തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ വിവാദ പെരുമഴയാണ്. CPM-ന് പെണ്ണുകേസാണ് എങ്കിൽ BJP-ക്ക് കേന്ദ്ര ഏജൻസികളെ കളത്തിലിറക്കിയുള്ള കുൽസിത നീക്കമാണ്. രണ്ടുപേരും ഇങ്ങനെ മാറി മാറി മത്സരിക്കുമ്പോഴാണ് പുതിയൊരു വാർത്ത കേരളം കേൾക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നു. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. വർഷങ്ങൾ നീണ്ടുനിന്ന വിവാദങ്ങൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മസാല ബോണ്ട് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചായിരുന്നു 2019 തങ്ങൾ കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് എന്ന് സർക്കാർ അവകാശപ്പെട്ടത്. CAG-യും ED-യും നേരത്തെ തന്നെ അസ്വാഭാവികതയും നിയമലംഘനവും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ അനുമതിയുണ്ട് എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വാദം. അതേസമയം